മതനിരപേക്ഷതയും വൈവിധ്യവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ലോകത്തിനു മുന്നിൽ അഭിമാനപൂർവ്വം ഇന്ത്യ നിലനിൽക്കുന്നതും അതുകൊണ്ടാണെന്നും മുൻ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ USK ദേവദാസ് നായർ പറഞ്ഞു. പാലക്കാട് സൗഹൃദവേദി ഫൈൻ സെന്ററിൽ സംഘടിപ്പിച്ച ചർച്ചാ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. He was very much impressed by the American democracy. You know, he studied in Columbia University. 1913, from 1913 onwards or so, he studied in Columbia University, and he is one of the most prestigious alumni from there. They recognize him for that legacy. Now the thing is, the democracy that he saw there, that has actually reflected in our constitution in a huge American level. So, Constitution, what Abraham Lincoln, or for that matter, George Washington and other people envisioned, he has virtually extended that to India in such a manner that actually apt for the present situation in India, which has got some multiracial society here, multi-religious society here, and all caste, creed, and everything is being given due respect. That is what he wanted. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ഭരണഘടനാ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് P. പ്രേംനാഥ് വിഷയം അവതരിപ്പിച്ചു. റിട്ടയർഡ് SP വിജയൻ, മുൻ ന്യൂനപക്ഷ വകുപ്പ് ഡയറക്ടർ VS മുഹമ്മദ് ഇബ്രാഹിം, നഗരസഭാ കൗൺസിലർ M. സുലൈമാൻ, ജിസ ജോസ്മോൻ, പ്രൊഫസർ അബൂബക്കർ, റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ ചെന്താമരാക്ഷൻ, അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി, മറ്റംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ പ്രിൻസിപ്പൽ അസോസിയേഷന്റെ നാഷണൽ ബിൽഡർ അവാർഡ് നേടിയ ദീപ ജയപ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു.